ഹലോ ഹായ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വളരെ ഈസി ആയിട്ട് നമ്മുടെ കയ്യിലുള്ള അക്സസറീസ് ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ക്ലിപ്പാണ് കേട്ടോ. ഇത് ഹെയർ ബാൻഡ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് ഒരു നമ്മുടെ വെൽവെറ്റിൻ്റെ തുണിയാണ്. കുറച്ച് ബാലൻസ് വന്നത് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു 10-15 സെൻറ്റിമീറ്റർ, ഒരു 15 സെൻറ്റിമീറ്ററാണ് കറക്റ്റ് നീളം ഉണ്ടായിരുന്നത്. അതിന് ജസ്റ്റ് ഞാനൊന്ന് ഫോൾഡ് ചെയ്തു. ഒരു എന്താ പറയുക, നമ്മുടെ സൈഡെല്ലാം ഒന്ന് ഈക്വൽ ഷേപ്പ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് അതിന് സെൻറ്ററിൽ ഇതുപോലെ ഫോൾഡ് ചെയ്ത് നമ്മുടെ ഒരു പ്ലേറ്റ് നമ്മൾ പിടിക്കില്ലേ, ആ ഒരു പ്ലേറ്റ് പിടിക്കുന്ന രീതിയിൽ അതിനൊന്ന് ജസ്റ്റ് ഫുള്ളായിട്ട് ഒന്ന് നമ്മൾ പ്ലേറ്റ് പിടിച്ച് എടുക്കുക. അല്ല എങ്കിൽ സെൻറ്റർ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതിയാവും. നമ്മളൊരു ബോ ചെയ്യാനായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത്, കാരണം ഇത് വെൽവെറ്റൊക്കെ ആയതുകൊണ്ട് നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കും, അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. ഇങ്ങനെ പ്ലേറ്റ് പിടിക്കുന്നതാവുമ്പോൾ ഒരുപോലെ നമുക്ക് കിട്ടും. എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഫ്രില്ലൊക്കെ ഒന്ന് ഒരു ഈക്വലായി കൊടുക്കുമ്പോൾ ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ഷേപ്പ് പോലെ ഇങ്ങനെ വിടർന്ന് നിൽക്കും. എന്നിട്ട് ജസ്റ്റ് സെൻറ്ററിലൊന്ന് നമ്മളൊന്ന് നൂല് കൊണ്ട് ഒന്ന് നന്നായിട്ട് ടൈ ചെയ്ത് കൊടുക്കണം. ആ നന്നായിട്ട് ടൈ ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവിടെ നിൽക്കും. അപ്പോൾ നമുക്കത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്തേക്ക് ഒരു കവറിങ് കൊടുത്താൽ മാത്രം മതിയാവും. അതുകൊണ്ട് ഏറ്റവും നല്ലത് എപ്പോഴും നമ്മൾ സെൻറ്റർ ഒന്ന് കവർ ചെയ്തിട്ട് വേണം എപ്പോഴും ചെയ്യാനായിട്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് ടൈ ചെയ്യുക. നന്നായിട്ട് ഒന്ന് ജസ്റ്റ് നമ്മൾ നൂല് കൊണ്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം. നമ്മൾ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പ്ലേറ്റ് പിടിച്ചെടുക്കുന്നതുകൊണ്ടാണ് അല്ല ചെയ്യുന്നത്. നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതിയാവും. അതിനുശേഷം ജസ്റ്റ് സെയിം തുണിയിൽ തന്നെ അതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ഗോൾഡോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുക. ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്ലൂ ഗണ്ണൊക്കെ പിടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചു വേണം. എൻ്റെ കൈ ഒന്ന് പൊള്ളിയായിരുന്നു കേട്ടോ. പെട്ടെന്ന് ആ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഞാൻ ഒന്ന് വേസ്റ്റ് ചെയ്തതും കൈ ഒന്ന് ഇതായി. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഗ്ലൂ ഗണ്ണൊക്കെ ഉപയോഗിക്കുമ്പോൾ എത്ര ചെയ്യുന്നവരായാലും പെട്ടെന്ന് ശ്രദ്ധിക്കാതെ വെച്ച് കഴിഞ്ഞാൽ കൈയൊക്കെ പൊള്ളിപ്പോവും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി അതിനെ കവർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്ന ഒരു നീറ്റായിട്ട് നമ്മൾ നന്നായിട്ട് ആ ഒരു ഫിനിഷിങ്ങോടെ ഒന്ന് ജസ്റ്റ് കവർ ചെയ്ത് സെൻറ്റർ ഒന്ന് ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഏത് ഭാഗമാണോ ഫ്രണ്ടായിട്ട് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് അത് ഒട്ടിക്കുന്നില്ലേ, ആ ഭാഗം ബാക്കിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് അവിടെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ. അപ്പോൾ അങ്ങനെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും. അല്ലെങ്കിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി. അല്ലെങ്കിൽ നമ്മുടെ B7000 ഗ്ലൂ ഉണ്ടെങ്കിൽ അതായാലും മതി. അതിനുശേഷം നമ്മുടെ ഒരു ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് ഒരു റെക്റ്റാങ്കുലറായിട്ട് ഒന്ന് കട്ട് ചെയ്യുക, ഒന്ന് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഒന്ന് ഫിക്സ് ചെയ്ത് വയ്ക്കുക. നമുക്ക് ഇതാകുമ്പോൾ ബാക്കിൽ ഇനി ഹെയർ ബാൻഡ് ആണെങ്കിൽ ഹെയർ ബാൻഡ്, ഹെയർ ക്ലിപ്പ് ആണെങ്കിൽ ഹെയർ ക്ലിപ്പ് കൊടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ മോൾക്ക് വാങ്ങിച്ച മുന്നേ മേടിച്ചൊരു ഹെയർ ക്ലിപ്പാണ് ബട്ടർഫ്ലൈയുടേത്. അതെൻ്റെ കയ്യിലിരുന്നു. അപ്പോൾ ഞാൻ സെൻറ്ററിൽ വെച്ചപ്പോൾ അത് ഭംഗിയായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ അതിനങ്ങ് എടുത്തു കേട്ടോ. ജസ്റ്റ് ഇതുപോലെയൊക്കെ നമ്മുടെ കയ്യിലുള്ള പഴയ അറ്റാച്ച്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഭംഗിയാക്കി എടുത്ത് നമുക്ക് സെൻറ്ററിലേക്ക് കൊടുക്കാം. ഞാൻ പിന്നെ നമ്മുടെ വയറിലെ ഫോറമിൻ്റെ വയർ എടുത്തു, അതിലേക്ക് കുറച്ച് ഗോൾഡൻ ബീഡ്സ് ഒരു പോളനായിട്ട് ചെയ്തെടുക്കുക. സെൻറ്ററിലേക്ക് ഒരു ബീഡിട്ടു, ഒന്ന് ട്വിസ്റ്റ് ചെയ്തു. അടുത്ത് അതിൻ്റെ രണ്ട് സൈഡിലേക്കും, ആദ്യം ഒരു സൈഡിലേക്ക് വീണ്ടും ഒരു ബീഡിട്ടു. ജസ്റ്റ് അതിൻ്റെ സെൻറ്ററിൽ ഇനി അത് വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് കൊടുക്കാം, വേറെ എന്തെങ്കിലും കളർ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഞാൻ ഗോൾഡ് എടുത്തതേ ഉള്ളൂ. എനിക്ക് സൈഡിൽ കൊടുക്കുന്ന സ്റ്റോൺസ് ഞാൻ അതിന് കണക്കാക്കി എടുത്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. എന്നിട്ട് അടുത്ത സൈഡിലേക്ക് വീണ്ടും ഒന്നിടുക. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അടുത്ത് വീണ്ടും ഒന്ന് കൊടുക്കുക. നമ്മൾ രണ്ടും ട്വിസ്റ്റ് ഇട്ടതിന് ശേഷം ഒന്ന് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അത് കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക രണ്ട് സൈഡും. ആദ്യം ഒന്ന്, അതിനുശേഷം ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക, വീണ്ടും രണ്ട് സൈഡിൽ ഓരോന്നിടുക, ഓരോന്നും ഓരോ സൈഡിൽ ട്വിസ്റ്റ് ചെയ്തിട്ട് സെൻറ്റർ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക, വീണ്ടും അടുത്ത രണ്ട് സൈഡ്. അത് ഞാൻ ചെയ്ത് അതിനൊന്ന് കട്ട് ചെയ്ത് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഷേപ്പാക്കി എടുക്കുക. എന്നിട്ട് സെൻറ്ററിലേക്ക് ഇതുപോലെ രണ്ട് സൈഡിലും വെച്ചു. എന്നിട്ട് ആ ബട്ടർഫ്ലൈയും കൊടുത്തു. നോക്കി, വളരെ സിമ്പിളല്ലേ. ഇനി നമുക്ക് ഇഷ്ടമുള്ളത് നമുക്കിവിടെ കൊടുക്കാം. സ്റ്റോൺസ് വേണമെങ്കിൽ സ്റ്റോൺസ് കൊടുക്കാം, നമ്മുടെ സ്റ്റോൺ ചെയിൻ വേണമെങ്കിൽ സ്റ്റോൺ ചെയിൻ കൊടുക്കാം. ഞാനിവിടെ നമ്മുടെ സെറാമിക് ബീഡ്സ് ഉണ്ടായിരുന്നു, സെറാമിക് കുന്തൻ ബീഡ്സാണ് കൊടുക്കുന്നത്. ആ സെൻറ്ററിൽ ഒരു 3-4 എണ്ണം നമുക്കങ്ങ് വെച്ച് കൊടുത്താൽ മതി. സ്റ്റോൺ ചെയിൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ഗ്ലിറ്റർ കൊടുത്താലും മതി. സെൻറ്ററിലൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ അതും ഭംഗിയാണ്. അല്ലെങ്കിൽ 2 ബീഡ്സ് കൊടുത്താലും മതിയാവും.
കട്ട് ബീഡ്സ് ഉണ്ടെങ്കിൽ കുഞ്ഞു കട്ട് ബീഡ്സ് ഉണ്ടെങ്കിൽ 2-3 വെച്ച് കൊടുത്താലും നല്ല ഭംഗിയും ഫിനിഷിങ്ങും ഉണ്ടാവും. എന്നിട്ട് അത് തന്നെയാണ് ഞാൻ സൈഡിലേക്ക് ഓരോന്ന് അങ്ങനെ ആ ഒരു ഫ്രില്ലില്ലേ ആ ബോയുടെ സൈഡിലേക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കിയല്ല കുറച്ചൊരു ഗ്യാപ്പ് വിട്ട് ഞാനങ്ങനെ കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനാണ്. നമുക്ക് അവിടെ സ്റ്റോൺ വേണമെങ്കിൽ സ്റ്റോൺ കൊടുക്കാം, വൈറ്റ് ബീഡ്സ് വേണമെങ്കിൽ വൈറ്റ് ബീഡ്സ് കൊടുക്കാം കേട്ടോ. എന്താണ് നമ്മുടെ കയ്യിലുള്ളത്. കാരണം ഇത് ഞാൻ എന്താ പറയുക, എൻ്റെ കയ്യിലുണ്ടായിരുന്ന അക്സസറീസ് വെച്ചിട്ട് പുതുതായിട്ടൊന്നും വാങ്ങിക്കുക അങ്ങനെയല്ല, എല്ലാം എന്താ പറയുക റീയൂസ് ചെയ്തതാണില്ല. എന്താ പറയുക, ആ വെൽവെറ്റിൻ്റെ തുണി ഞാൻ ഇടയ്ക്കൊരു ഒരു മോൾക്കൊരു ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്തതാണ്. അതിൽ വന്ന ബാലൻസാണ് ഞാൻ ഒരിക്കൽ ഹെയർ ബാൻഡ് ചെയ്തു. അതിൽ നിന്നാണ് ഈ ഹെയർ ക്ലിപ്പൊക്കെ ചെയ്യുന്നതെന്ന് നോക്കിയേ. അത് തന്നെ 2 സൈഡിലും കൊടുക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, ജസ്റ്റ് സൈഡൊന്ന് എന്ന് വെച്ചാൽ നമ്മുടെ വെൽവെറ്റിൻ്റെ ചിലപ്പോൾ ഇങ്ങനെ നൂലൊക്കെ ഇങ്ങനെ വിട്ട് വയ്ക്കും, ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കുക. ഒത്തിരി അങ്ങ് ഉരുക്കി കളയിൽ, കാരണം അവിടെ ഒരു കറുത്ത ഇത് വീഴും. അതൊന്ന് ശ്രദ്ധിക്കണം. നമ്മളങ്ങനെ ഉരുക്കി കൊടുക്കുമ്പോഴൊക്കെ ജസ്റ്റ് സൈഡൊക്കെ നന്നായിട്ട് ഒന്ന് ഫിനിഷായി നല്ല നീറ്റായിട്ട് നല്ല സ്റ്റിഫായിട്ടൊന്ന് നിൽക്കും നമ്മളങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ലൈറ്ററില്ലെങ്കിൽ നമ്മുടെ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് അങ്ങനെ ചെയ്താൽ മതി. നല്ല നീറ്റായിട്ട് നിൽക്കും. അത് ആ ഒരു ഫിനിഷിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡൊക്കെ എല്ലാം ഈക്വലായിരിക്കും. നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും കട്ടിങ്ങിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നാലും ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം നല്ല നീറ്റായിട്ട് നിൽക്കും. നോക്കിയേ, വളരെ സിമ്പിളായിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിനൊന്നും ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് നമ്മുടെ കയ്യിലുള്ള വെച്ച് മെറ്റീരിയലൊക്കെ നമുക്ക് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഇതുപോലെ വളരെ നീറ്റാണ്, നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഇനി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.